അപ്പോൾ എനിക്ക് ഇട്ടൊരു പേര് ജോൺ ബ്രിട്ടോ എന്നുള്ളൊരു പേരാണ്. എന്നുവെച്ചാൽ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ അച്ഛനൊക്കെ സ്ഥിരമായി വരുമ്പോൾ എനിക്ക് ആരും വരുന്നില്ല. ബസ് കൂലിക്കൊക്കെ എൻ്റെ അമ്മ ചിലപ്പം പാല് ചിലപ്പം പുറത്ത് കൊടുക്കുമ്പോൾ ആ പൈസ ഞാൻ മേടിച്ചിട്ട് ഞാൻ ബസ് കൂലിക്ക് പോകും. ഇന്ത്യ ഇരുണ്ട് തുടങ്ങി എന്നുള്ളത് ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വളരെ കേരളത്തിൽ തന്നെ എത്രയോ പത്രങ്ങൾ തർക്കമന്ദിരെന്നാണ് പറഞ്ഞത്. നമസ്കാരം, ന്യൂസ് അറ്റ് ന്യൂസിൻ്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥിയെക്കുറിച്ചുള്ള ഇൻട്രോ പറയുന്ന സാഹസത്തിന് മുതിരുന്നില്ല. അത്രയും സമയം നമുക്ക് ലാഭിക്കാം, അത്രയും ചോദ്യം ചോദിക്കാം, ഉത്തരം കിട്ടും. ജോൺ ബ്രിട്ടാസാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം സർ പരിപാടിയിലേക്ക്. താങ്ക് യു മധു. ആദ്യം തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് റേഡിയോ വാർത്ത കേൾക്കുമ്പോൾ അച്ഛൻ രാവിലെ 7:25 ഡൽഹി വാർത്ത കേൾക്കുമ്പോൾ വാർത്തകൾ വായിക്കുന്നത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുമ്പോൾ അച്ഛൻ ബ്രിട്ടാസ് ആണ് വാർത്ത വായിക്കുന്നത്, ഞാൻ കേട്ടിട്ട് കാലിന് പുല്ലിട്ട് കൊടുക്കാന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അന്ന് മുതൽ വന്നത്, ഈ പേര് പണ്ട് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി എന്നുള്ള പേര് ഒരാക്കേ ഉള്ളൂ, അതുപോലെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള പേര് ഞാൻ വേറെ അധികം കേട്ടിട്ടില്ല. ഈ പേരിനെ കുറിച്ച് ആലോചിച്ചത് എന്താണ് എൻ്റെ ഉത്തരം? വളരെ രസകരമായൊരു ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നോടിത് പലരും ചോദിക്കും. അപ്പോൾ ഇത് വിസ്തീർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഈ ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്കാർ അവരെ ഇങ്ങനെ മാമോദീസ മുക്കുമ്പോൾ ഒരു പുണ്യാളൻ്റെ പേര് ഇടും. അപ്പോൾ എനിക്ക് ഇട്ടൊരു പേര് ജോൺ ബ്രിട്ടോ എന്നുള്ളൊരു പേരാണ്. അത് എല്ലാവർക്കും, ഇപ്പം എൻ്റെ സഹോദരിമാർക്കെല്ലാം അവരുടെ ഏതെങ്കിലും പുണ്യാളത്തിൻ്റെ പേരായി ഈ പറഞ്ഞ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിലുള്ള ആൾക്കാർ ഇടുന്നത്. എനിക്കൊന്നും എല്ലാ വിഭാഗത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് സ്കൂളിൽ വരുമ്പോൾ അത് മാറും. പള്ളിയിലെ പേരല്ല സ്കൂളിൽ വരുന്നത്, രണ്ട് പേരാണ്. ഇത് പലർക്കും അറിയില്ല. പക്ഷേ എൻ്റെ പേര് വേറെന്തോ പേരുമായിട്ട് എൻ്റെ ഫാദർ സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എൻ്റെ ഫാദറോട് പറഞ്ഞു, ഇത് നല്ലൊരു പേരാണ്, ഇവനെ നമുക്കൊന്ന് പരിഷ്കരിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ അവിടുത്തെ സ്കൂളിൻ്റെ PTA ചെയർമാനൊക്കെ ആയതുകൊണ്ട് ഈ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തു, നമുക്ക് ജോൺ ബ്രിട്ടാസ് എന്നാക്കിയാലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫാദർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പേര് മാത്രം ജോൺ ബ്രിട്ടാസ് എന്നായി. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഫാദറിൻ്റെ പേര് ജോണാണോ ബ്രിട്ടാസോ അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്. പക്ഷേ എൻ്റെ എൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ എനിക്കൊരു ദുരിതമായിരുന്നു ഈ പേര്. ഒന്ന് ഈ പേര് പുതിയൊരു പേര്, മറ്റത് വർഗീസ്, മാത്യു, സെബാസ്റ്റ്യൻ, അങ്ങനെ പല പേരുകളിലാണല്ലോ ആൾക്കാർ ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലുള്ള ആൾക്കാർ, മധു, അങ്ങനെയൊക്കെയുള്ള പല പേരിലാണ്. അപ്പോൾ ഈ പേര് മാത്രം ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കും. അങ്ങനെ ഒരു നോട്ടം എപ്പോഴും സ്കൂളിൽ നല്ലതല്ല, ശ്രദ്ധ കിട്ടുക എന്നുള്ളത്. പിന്നെ ഈ ബ്രിട്ടാസ് എന്നുള്ളത് പല പിള്ളേരും പൊട്ടാസ് എന്നൊക്കെ ആയിട്ട് അതിപ്പോൾ സൈബറിൽ ജീവിതത്തിൽ ആദ്യകാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. എന്താ കാരണം വെച്ചാൽ ഈ വെറും സാധാരണ പേരിൽ നിന്ന് അപ്പുറത്തൊരു പേരുണ്ടാവുമ്പോൾ കോളേജിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് ശ്രദ്ധ വേണമെന്നുള്ള ഒരു പ്രായത്തിലേക്ക് എത്തുന്നത്, ശ്രദ്ധയുടെ ഒരു ലെവല്. പിന്നെ മാധ്യമപ്രവർത്തനം തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതെനിക്ക് വലിയൊരു ആഡഡ് അട്രാക്ഷനായി. എന്താ കാരണം വെച്ചാൽ ഒരു ബൈലൈൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തിരിച്ചറിയും. പിന്നെ ഈ ടെലിവിഷനിൽ വന്നപ്പോഴും ഇന്നയാളാണ് സൈൻ ഓഫ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പ്രത്യേകത വന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് വലിയ ദുരിതമായിരുന്നു ഈ പേര് കൊണ്ട്. പക്ഷെ ഇതാണ് ഈ പേരിൻ്റെ ഒരു എന്താ പറയുക, പേരിൻ്റെ ചരിത്രം. നമുക്കിനി ഇൻ്റർവ്യൂവിൽ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പം നടുവിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇപ്പം ഇന്ദ്രപ്രസ്ഥത്തോളം വളർന്നു എന്ന് തന്നെ ഞാൻ പറയണം. അങ്ങനെ ഒരു യാത്രയിൽ പ്രാഥമിക ജീവിതത്തിലെ ഓരോ ഘട്ടം എങ്ങനെയാണ്? സ്കൂൾ വിദ്യാഭ്യാസം, അതിൻ്റെ ബാക്കിയൊക്കെ എങ്ങനെയാണ്? നമ്മുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണല്ലോ പോയത്. ഇപ്പം എൻ്റെ വീട്ടിലെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂമി, അന്നത്തെ കാർഷിക കുടുംബത്തിൽ ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരുപാട് അധ്വാനവും ദുരിതവും ഉണ്ടാവും. എന്നുവെച്ചാൽ അന്നൊന്നും ഈ പറയുന്ന വിളകൾക്കൊന്നും വലിയ വിലയില്ല. പക്ഷേ എന്നാൽ ഭൂമിയൊക്കെ ഒരുപാടുണ്ട്, അത് സംരക്ഷിക്കണമെങ്കിൽ വലിയ ഉത്തരവാദിത്വം. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു ട്രാജഡി ഉണ്ടായി. ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ അങ്ങ് മരിച്ചുപോയി. പൊടുന്നനെ അങ്ങ് മരിച്ചു, ബ്രെയിൻ ഹെമറേജ് ആയിട്ട് മരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മരണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ശൂന്യതയെക്കുറിച്ച് എനിക്ക് അന്നേരം ബോധ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു പക്ഷേ ഇപ്പം ഓർക്കുമ്പോൾ അന്ന് എൻ്റെ നാട്ടിൽ ആദ്യം ആയിട്ടാണ് ഒരു ആംബുലൻസ് വരുന്നത്. ആദ്യമായിട്ട് അതുവരെ ഒന്നും അങ്ങനെ ഒരു ആംബുലൻസ് വന്നിട്ടില്ല.
ഒരു ആംബുലൻസ് വരുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ആംബുലൻസിലായിരുന്നു. അത് ശരി. അതായത് ഇതിൻ്റെ നിറം, ഇതിൻ്റെ ലൈറ്റ്, ഇതിൻ്റെ ആ സൈറൺ അലാം ഒക്കെയാണ്. ഞാനും സ്കൂളിൽ എന്നോട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ആംബുലൻസിനെ തൊട്ട് നിൽക്കുക, അതിൻ്റെ കൗതുകത്തിലായിരുന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെ വല്ലാതെ അലമുറയിട്ട് കരയുകയൊക്കെ ചെയ്യും, എൻ്റെ അമ്മയൊക്കെ കരയുമ്പോഴും എനിക്ക് ആ ഒരു നഷ്ടത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നീടാണ് അതുണ്ടാക്കിയ വലിയൊരു വിപത്ത്, ഒരു ശൂന്യത, ഒരു അരക്ഷിതാവസ്ഥ, ഒരു അനാഥത്വം ഒക്കെ എന്നെ ഇങ്ങനെ വേട്ടയാടി തുടങ്ങിയത്. പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ സമയത്ത് ഞാനൊരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു തൃശ്ശൂർ. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നഷ്ടം വന്നത്. എന്നുവെച്ചാൽ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ അച്ഛനൊക്കെ സ്ഥിരമായി വരുമ്പോൾ എനിക്ക് ആരും വരുന്നില്ല. വളരെ അപൂർവം നമ്മുടെ സഹോദരന്മാരാരെങ്കിലും വന്നത് ആയി. മാത്രമല്ല അപ്പോൾ അവരൊക്കെ ഓരോ സമ്മാനപ്പൊതിയായിട്ട് വരുമ്പോഴിങ്ങനെ എനിക്ക് വലിയൊരു വിമ്മിഷ്ടമായി അത്. അപ്പം പിന്നീടുള്ള സ്വപ്നങ്ങളിലൊക്കെ മൂപ്പർ ഒരുപാടുണ്ട്. പക്ഷെ അതൊരു വലിയൊരു ദുരിത കാലഘട്ടമായിരുന്നു. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നാട്ടുമ്പുറത്തെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് അരക്ഷിതാവസ്ഥ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അന്ന് ഈ സമയത്തും കോൺവെന്റിലൊക്കെ ചേർത്ത് പഠിപ്പിക്കാനുള്ള ഒരു തോന്നലുണ്ടായില്ല. അന്ന് നമ്മുടെ കുടുംബത്തിൽ കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ പഠിക്കണം എന്നുള്ളൊരു, ബേസിക്കലി നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കണം, പഠിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആൾക്കാർ പഠിച്ച് പോകണം എന്നുള്ള ഒരു അഭിപ്രായം അന്നുണ്ട് ആക്ച്വലി. അതൊരു എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിള്ളേർ പഠിക്കണം, അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബസ് കൂലിക്കൊക്കെ എൻ്റെ അമ്മ ചിലപ്പം പാല് ചിലപ്പം പുറത്ത് കൊടുക്കുമ്പോൾ ആ പൈസ ഞാൻ മേടിച്ചിട്ട് ഞാൻ ബസ് കൂലിക്ക് പോകും. ആ ഒരു നാണയ തുട്ടുകളുടെ കിലുക്ക് ഇപ്പോഴും എനിക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പെട്ടെന്നൊരു 5 രൂപയുടെ 6 രൂപയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ടൊക്കെ നമ്മൾ പോകുന്നത്. നമ്മുടെ പോക്കറ്റ് മണി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ചില നമ്മുടെ അമ്മയുടെ ഇതുപോലുള്ള ഈ പറഞ്ഞ അമ്മേനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. അമ്മ ഒരിക്കലും വീണിട്ടില്ല അതിനു മുന്നേ എന്ന് പറഞ്ഞിട്ട്. അമ്മ അത്ര ഫൈറ്റ് ചെയ്തൊരു അതിൽ ഒരു 40 വയസ്സിലൊക്കെ ഒരു വിധവയാകുന്നു, 7 കുഞ്ഞുങ്ങൾ, പിന്നെ ഈ കൃഷിയിടങ്ങൾ മുഴുവൻ നോക്കേണ്ടത്, ഓരോരുത്തരെ ഒരു എന്താ പറയുക, ഒരു കര പറ്റിക്കേണ്ടതിൻ്റെ ഒരു ചിന്ത. അപ്പം ഇന്നൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു 40 വയസ്സിലൊരു സ്ത്രീ വിധവയായി, 7 പിള്ളേർ, 7 മക്കൾ. അപ്പോൾ ഇതൊക്കെ, പക്ഷെ അന്നൊന്നും ഈ അമ്മയുടെ ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അമ്മ കടന്ന് ഉറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട്. എന്നുവെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അമ്മ എഴുന്നേറ്റു. എൻ്റെ അമ്മയ്ക്കില്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പശു, ആട്, കോഴി, പന്നി, എല്ലാ ഇനങ്ങളും ആ പറമ്പിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്നത്തെ ഒരു കാർഷിക കുടുംബത്തിൽ ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടാകുമ്പോൾ പണിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എപ്പോഴും അമ്മ ഇങ്ങനെ എന്താ പറയുക 24 മണിക്കൂറും സജ്ജമായിരുന്നു. ഞങ്ങളൊക്കെ ഉറങ്ങിയ ശേഷം മാത്രമേ അമ്മ ഉറങ്ങുകയുള്ളൂ. ഞാനിതുവരെ അമ്മ ഇങ്ങനെ അസുഖം പിടിച്ചൊന്നും കിടക്കുന്നത് കണ്ടിട്ടില്ല. ഈ അമ്മയുടെ പഴമൊഴി ഉണ്ടായിരുന്നു, ഞങ്ങളോട് എപ്പോഴും പറഞ്ഞാണ്, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളരൂന്ന്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പഴമൊഴികൾ പറഞ്ഞു തന്ന അമ്മയാണ്. ഉന്തിമരം കയറ്റിയാൽ കൈവിടുമ്പോൾ താഴെ വീഴും. അനുഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞ നമ്മൾ നിലത്ത് നിൽക്കണം എന്നുള്ളത്, ആകാശം മുട്ട പറന്നാലും നിലത്ത് വന്നേ സമ്മാനമുള്ളൂ, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളരൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പഴമൊഴികളിലൂടെ ജീവിതത്തിൻ്റെ പൊരുളുകൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ബാല്യമുണ്ട്. അമ്മ 94 വയസ്സ് വരെ ജീവിച്ചു, പൂർണ്ണമായ ആരോഗ്യത്തോടെ സന്തോഷത്തോടു ലൈഫും ഒരു ലക്ഷ്യത്തിൽ ഒരു രാത്രിയിൽ കണ്ടടച്ചു. ഒരു തരത്തിലുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ കിടക്കാതെ. നമ്മുടെ നാട്ടിൽ ആര് ആ റോഡിലൂടെ പോയാലും എൻ്റെ അമ്മ അവരെ തിരിച്ചറിയും, അവരെ വിളിക്കും, സംസാരിക്കും, അവർക്ക് എന്തെങ്കിലും ചായ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ സ്കൂളിനോട് ചേർന്നാണ്, ഹൈസ്കൂൾ വരെ, സ്കൂള് പള്ളി. അപ്പം ഈ സ്കൂള് പള്ളിയിലേക്ക് പോകുന്നവരെല്ലാം അമ്മയായിട്ട് സംസാരിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഗവൺമെന്റ് ഞാൻ തലപ്പുറമ്പ് സർ സയ്യിദ് കോളേജിലേക്ക് വന്നു. തലപ്പുറമ്പ് സർ സയ്യിദ് കോളേജിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കോളേജ് എന്നുള്ള സാധനം നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം. അതുവരെയൊക്കെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ കൂട്ടിലടക്കപ്പെട്ട കിളികളാണ്. അത് വീട്ടിലേക്ക് തന്നെ ആയല്ലോ പോയി വരാൻ. പക്ഷേ എൻ്റെ ബ്രദർ അവിടെ തലപ്പുറമ്പിലുള്ള സ്ഥിതിക്ക് ഞാൻ ബ്രദറിൻ്റെ കൂടെ താമസിച്ചിരുന്നത്. അപ്പം വീട്ടിൽ നിന്നുള്ള ഇടയ്ക്ക് ആഴ്ചയിലേ പോവുള്ളൂ. അപ്പോൾ ഈ തലപ്പുറമ്പ് സർ സയ്യിദ് കോളേജിലാണ് യഥാർത്ഥത്തിൽ ക്ലാസ് കട്ട് ചെയ്യുക,
ഈ സംഘടനാപരമായ ഈ കൗതുകങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, സിനിമ കാണുക, ഇങ്ങനെയൊക്കെയുള്ള പ്രീ ഡിഗ്രി അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചെയ്ത മണ്ടത്തരം ഇൻവെർട്ടർ കോമ. അന്ന് എനിക്ക് മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഗ്രൂപ്പ് എനിക്ക് കിട്ടി. ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്. പക്ഷെ എനിക്ക് കണക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് വെച്ച് മാറാനുള്ള സ്കീമുണ്ട്. അപ്പോൾ ഏതോ ഒരുത്തനുമായിട്ടൊരു മുത്തലീമോ ഒരുത്തനുമായിട്ട് ഞാൻ വെച്ച് മാറിയിട്ട് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് മുത്തലീമിന് ഒറ്റ കൊടുത്ത് ഞാൻ തേർഡ് ഗ്രൂപ്പ് എടുത്തു. അത് വലിയ കലാപത്തിൽ വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ആ മുത്തലീമ് മിക്കവാറും ആ മാത്തമാറ്റിക്സിൻ്റെ കല്ലിൽ കഴുത്ത് കെട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ. ഞാൻ മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരുന്നു. പക്ഷെ അതൊക്കെ ഓരോ രസകരമായിട്ടുള്ള അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ ഈ കോളേജിലേക്ക് വരുമ്പം ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് എൻ്റെ നാട് ഒരു പരിപൂർണമായ ഒരു എന്താ പറയുക, ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സ്ഥലമാണെങ്കിൽ പോലും എൻ്റെ ഫാദർ ചെറുപ്പകാലത്തിന് ഒരു റിബലായിരുന്നു. റിബൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തോടെ പുതാമറ ബാങ്ക് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മത്സരങ്ങൾ നടത്തി. പുള്ളി ഒരു എന്താ പറയുക, ഒരു അന്ന് ഈ പള്ളി അതിനൊക്കെതിരെയൊക്കെ ഉള്ളൊരു പ്രതിരോധമൊക്കെ തീർക്കുന്ന. പിന്നെ എൻ്റെ ബ്രദറും ഒരാളും ഇതുപോലെ തന്നെ പൊളിറ്റിക്സിലേക്ക് വന്നു. അപ്പം അന്നത്തെ ആ നാട്ടിലെ ആദ്യകാലത്തെ ഇടതുപക്ഷക്കാരെന്ന് പറയാവുന്ന ഒരു ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിലെ 1-2 പേരാണ്. ആ സ്വാധീനത്തിൽപ്പെട്ടതാണോ എന്നറിയില്ല. പക്ഷെ പൊതുവേ ഇടതുപക്ഷത്തോടൊരു ആഭിമുഖ്യം എനിക്ക് എപ്പോഴും ഈ പറഞ്ഞ കോളേജിൽ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ തലപ്പുറം നിന്ന് പിന്നെ പയ്യന്നൂരേക്കൊക്കെ പോകുന്നത്. പയ്യന്നൂരേക്ക് ഡിഗ്രിക്ക് പോകുന്നല്ലേ? ഡിഗ്രി അവിടെ നിന്നാണ് പിന്നെ മുഖ്യധാരയിൽ പയ്യന്നൂർ വളരെ സജീവമായിരുന്നു. പയ്യന്നൂർ വളരെ സജീവമായിട്ട് സംഘടനാ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. പിന്നീട് പഠിക്കുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്ന കാരണം എനിക്ക് കുറച്ചുകൂടെ അക്കാര്യത്തിലൊക്കെ ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ ക്ലാസ്സെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സിലബസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് പോയി. പിന്നെ ദേശാഭിമാനിയിലാണ് സ്റ്റാർട്ട് അല്ലേ? അതെ. ഞാൻ പിന്നെ കേരളവർമ്മ കോളേജിൽ വന്നു എം എ കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോൾ 2ാം വർഷം പഠിക്കുമ്പോഴാണ് ദേശാഭിമാനിയിൽ ഇങ്ങനെ സബ് ട്രെയിനിക്ക് വേണ്ടിയുള്ള പരസ്യം പത്രത്തിൽ കണ്ടു. അതൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ എല്ലാ ആകസ്മികതകളാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന 2 ആൾക്കാർ എൻ്റെ മുറിയിൽ ഹോസ്റ്റൽ മുറിയിൽ ഇരുന്നിട്ട് ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ പൂരിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തെന്നല്ലേ പോയി കിടന്നുറങ്ങുക, ഒരു മയക്കത്തിലാണ് ഞാൻ, ഉച്ചയ്ക്ക് ഒരു മയക്കത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, എൻ്റെയും കൂടി ഒരു അപേക്ഷ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ എൻ്റെ പേരൊക്കെ എഴുതി എൻ്റെ ഒരു ഒപ്പം കിട്ട് അവരയച്ചു. അന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മറ്റെയാണ് എഴുത്ത് പരീക്ഷയിൽ ഞാൻ ജയിച്ചു, ഇവർ തോറ്റു. ആരാണോ ഇതിനു വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോയ ആൾക്കാർ അവർ തോറ്റുപോയി, എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ആകസ്മികമായിട്ട്. അപ്പോൾ ഞാൻ അന്ന് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ കൂടിയാണ് കേരളവർമ്മ കോളേജിൽ. അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പം ഞാൻ ദേശാഭിമാനിയിലേക്ക് പോകുന്നു. ശരി. ദേശാഭിമാനിയിൽ എവിടെയായിരുന്നു സ്റ്റാർട്ടിങ്? കണ്ണൂർ. ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കോഴിക്കോട്. പിന്നീട് ഞാൻ കണ്ണൂർ അത് അധികം കാലം നിന്നില്ല, ഒരു 5-6 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിവേഗം പിന്നെ ഡൽഹിയിലേക്ക് പോയി. അന്ന് കണ്ണൂരിൽ വലിയൊരു കൊള്ളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ രാമായണം പരമ്പര വരുന്ന സമയത്ത് ഡോക്ടർമാരിങ്ങനെ ആ പരമ്പരയുടെ സമയത്ത് രോഗികളെയൊക്കെ ഉപേക്ഷിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇങ്ങനെ ഈ ടെലിവിഷൻ കാണുന്ന അത് പോയി ഫോട്ടോ എടുത്ത് വാർത്തയാക്കാൻ പോയപ്പോൾ അവിടെ വലിയ സംഘർഷം നടന്നു. എന്നെ പിടിച്ച് അവർ മുറിയിൽ പൂട്ടിയിട്ടു. വലിയ സംഭവമായിരുന്നു. എനിക്കൊന്ന് അന്ന് കോടിയേരി നിയമസഭയിൽ ഉന്നയിച്ചു, ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞാനും അവിടെ നിന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഡൽഹിയിലേക്ക് പോവുകയാണ്. അതോടെ മാറുകയാണ്. അത് മാറുകയാണ്. അതാണ് കണ്ണൂരുമായിട്ടുള്ള എൻ്റെ ഈ ബന്ധമെന്ന് പറയുന്നത്. ഡൽഹിയിലെ ഈ മാധ്യമപ്രവർത്തനം നോക്കുമ്പോൾ ഇപ്പോൾ അടിയന്തരാവസ്ഥ ഒഴികെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായ പ്രധാന സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷി തന്നെയായിരുന്നു. റിപ്പോർട്ടർ എന്നുള്ളതിനപ്പുറത്ത് മധു എന്താ കാരണം വെച്ചാൽ ഞാനൊക്കെ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞും വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയം ഒരു സ്റ്റാറ്റിക്കായി. അതിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം സ്റ്റാറ്റിക്കായിരുന്നു, സംഭവബഹുലമായിരുന്നില്ല. ഞാനൊക്കെ ഡൽഹി എത്തുന്ന സമയത്താണ് ഇന്ത്യൻ രാഷ്ട്രീയം സംഭവബഹുലമായി തുടങ്ങിയത്. ഇപ്പം 88 ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന ബൊഫോഴ്സ് കുംഭകോണം, രാജീവ് ഗാന്ധിയുടെ 4-3 ഭൂരിപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ഇങ്ങനെ ആടിക്കളിക്കുന്നു, കോൺഗ്രസ്സിൽ പിളർപ്പ്, ജനമോർച്ച, ജനതാദള്, എന്തിനേറെ ഓരോ ദിവസവും വലിയ പ്രക്ഷുബ്ധമാർന്ന രാഷ്ട്രീയങ്ങളായിരുന്നു അവിടെ. പിന്നെ അയോധ്യ
മുൻനിർത്തിയുള്ള BJPയുടെ യാത്രകൾ, 89 ശിലാന്യാസ്, 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ച, VP സിംഗിൻ്റെ വരവ്, VP സിംഗിൻ്റെ വീഴ്ച, ചന്ദ്രശേഖർ, അങ്ങനെ അനിശ്ചിതത്വം. 88 ഗവൺമെൻറ്, 89 ഗവൺമെൻറ്, 91 ഗവൺമെൻറ്. എത്ര ഇലക്ഷൻസാണ് ഇതിനിടയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സംഭവകരമായ രാഷ്ട്രീയത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയത് ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം അവസരം ഉണ്ടായി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ പിന്നീടുള്ള രാഷ്ട്രീയ യാത്രയിലും ഭയങ്കര ഒരു ബലമായില്ലേ, ബേസായി ആ സമയത്ത്. എന്താ കാരണം വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ത്യ എന്നുള്ളൊരു ആശയമുണ്ട്, ഒരു പ്രത്യേക ആശയത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ആശയമൊന്നും അല്ല ഇന്ത്യയുടെ ആശയം. നമ്മളിപ്പോൾ UPയുടെ വനാന്തരങ്ങളിലേക്ക് പോകുന്നു, ഗ്രാമങ്ങളിലേക്ക് പോകുന്നു, ബീഹാറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇന്ത്യ അല്ല അവിടുത്തെ, എത്രയോ വ്യത്യസ്തമാണ്. ഇത് വേറെ ഒരു പക്ഷേ അന്യഗ്രഹ ജീവി ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ വന്നാൽ അവർക്ക് അനുഭവിക്കുന്ന അതേ അത്ഭുതവും വിസ്മയവും അന്താളിപ്പുമാണ് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിൻ്റെ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയാൽ ഉണ്ടാകും. ഇപ്പം ഇവിടെ നമ്മൾ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസ് എല്ലാം ഒരുമിച്ച് താമസിക്കുന്നു, ഒരു വേർതിരിവില്ല. UPയിലും ബീഹാറിലൊക്കെ പോകുമ്പോൾ ഠാക്കൂർമാർ ഒരു സ്ഥലത്ത് മറ്റേ ദളിതർ വേറെ, ഇവരും തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. രാത്രിയുടെ ഏതെങ്കിലും അന്ത്യയാമങ്ങളിൽ ഏതെങ്കിലും ദളിത് ഗ്രാമങ്ങൾ ഇങ്ങനെ ചുട്ടുകരിക്കപ്പെടുന്നു, വർഗീയ കലാപങ്ങൾ. നമുക്കൊന്നും ഒരു തരത്തിലും ഒരു പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം അല്ല. അപ്പം എത്രയോ വ്യത്യസ്തമായിരുന്നു. അപ്പം അതൊക്കെ രൂഢമൂലമായ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ പകർന്ന് ഇന്ത്യയെക്കുറിച്ചുള്ളത്. അന്ന് ദേശാഭിമാനിൽ ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലാന്ന് തോന്നുന്നു ഇന്ദ്രപ്രസ്ഥം ഡയറി. ശരിക്കും ഈ ഇന്ദ്രപ്രസ്ഥം ഡയറി ആ സമയത്ത് ഈ ബാബറി മസ്ജിദിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ അതിൽ നിന്നാണ് ഞാനൊക്കെ അറിഞ്ഞിട്ടുള്ള പ്രധാന ആശ്രയം ഒന്നതായിരുന്നു. ശരിക്കും ആ ദിവസം പോലും ബ്രിട്ടാസ് സാറിൻ്റെ അനുഭവം നേരിട്ട് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന മലയാളത്തിലെ കേരളത്തിൽ നിന്നുള്ള അപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ, 3 പേരിൽ 2 പേരിൽ ഒരാളാണ്. ആ ദിവസം ഇപ്പോഴും ഓർമ്മിക്കും. ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുകയാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളെ സാരമായിട്ട് അഴിച്ചു പണിതൊരു സംഭവമാണ്, സത്യസന്ധമായി പറഞ്ഞാൽ. ഞാൻ അവിടെ ഞാൻ ഡൽഹിയിൽ എത്തുമ്പോൾ ആദ്യം എത്തിയതിൻ്റെ പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയത് എവിടെയെന്ന് വെച്ചാൽ EK നായനാർ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം ഖലിസ്ഥാൻ രൂക്ഷമായ തീവ്രവാദം അരങ്ങേറുന്നു. അന്ന് ഭയങ്കര പൊട്ടിത്തെറികളൊക്കെ ഡൽഹിയിലൊക്കെ, ഭയങ്കര ട്രാൻസിസ്റ്റർ ബോംബുകൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കലാപരൂക്ഷിതമാണ്. ഇപ്പോൾ പഞ്ചാബൊക്കെ തീവ്രവാദത്തിൻ്റെ അങ്ങോട്ട് കോട്ടക്കൊത്തളങ്ങളാണ്. ആ സമയത്ത് സൻഗുരുവിൽ വെച്ച് ഒരു CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഭയങ്കര സുരക്ഷാ കവചത്തിലാണ്. അന്ന് നായനാരാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഡൽഹിയിൽ എത്തിയപാടെ പിറ്റേ ദിവസം തണുപ്പത്ത് അദ്ദേഹത്തിനോടൊപ്പം സൻഗുരുവിൽ പോകുന്നു. എത്രയോ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ, ബ്ലാക്ക് കമാൻഡോസിൻ്റെ അകമ്പടിയോടെ ആ യാത്ര എന്നറിയും. അത്ര പ്രശ്നബാധിത സ്ഥലമാണ് പഞ്ചാബിൽ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങി എൻ്റെ ഈ ബാബറി മസ്ജിദിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം 89 ശിലാന്യാസ് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം അയോധ്യയിൽ പോകുന്നു. അന്ന് ബൂട്ടാ സിംഗാണ് ആഭ്യന്തരമന്ത്രി. ഒരു രാത്രിയിൽ എന്താ പറയണ്ടേ, ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് തർക്കപ്രദേശത്തെ തർക്കരഹിത പ്രദേശമായി മാറ്റി വിശ്വഹിന്ദു പരിഷത്തിന് അവിടെ ശിലാന്യാസം ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ അയോധ്യ സംബന്ധിച്ചുള്ള ഇൻ്റർഫേസ്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു UP ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഫൈസാബാദിൽ എത്തിയിട്ട് കുറേ നടക്കും, പിന്നെ കുറേ കുതിരവണ്ടി കയറും, അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു സൗകര്യങ്ങളും ഇല്ലല്ലോ, അലഞ്ഞ് നടക്കുകയാണല്ലോ. പക്ഷേ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ ഈ രൂപത്തിൽ മാറ്റിയെടുത്തതും അതുതന്നെയാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും യഥാർത്ഥത്തിൽ അഴിച്ചു പണിയേണ്ടി വന്നതും ആ ബാബറി മസ്ജിദിൻ്റെ. ആ ദിവസം അത് പ്രതീക്ഷിച്ചിരുന്നോ? അന്ന് എങ്ങനെയായിരുന്നു ആ ദിവസം? ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കുറേ പത്രക്കാരിങ്ങനെ ഫൈസാബാദിൽ മാത്രമേ താമസിക്കാനുള്ള സൗകര്യമുള്ളൂ. ഇന്നത്തെ പോലെ അയോധ്യ ഒരു മഹാനഗരമൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ എയർപോർട്ടൊക്കെ ആയെന്ന് പറയുന്നുണ്ടോ. അന്ന് ഫൈസാബാദിൽ 2 ഹോട്ടലുണ്ട്, ആകെ 2 ഹോട്ടലുള്ളൂ. ആ 2 ഹോട്ടലിലായിട്ടാണ് പത്രക്കാരൊക്കെ താമസിക്കുന്നത്. ഞങ്ങൾ ഈ ഫൈസാബാദിൽ നിന്ന് രാവിലെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡിസംബർ 6, 92 ഡിസംബർ 6 രാവിലെ പുലർച്ചെ, അന്ന് നല്ല ശൈത്യമാണ്. ഉത്തരേന്ത്യയിൽ ഈ ഡിസംബർ കാലം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്.
കുറച്ച് ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ ഒരു അംബാസഡർ കാറിൽ നേരത്തെ പോയി സ്ഥലം പിടിക്കണം. ഈ കാഴ്ച കാണാനുള്ള സൗകര്യമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാന പത്രക്കാരുടെ. രാവിലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കടന്നു. അപ്പോൾ ഈ പുലർച്ചെ ഈ അംബാസഡർ കാറിലൊക്കെ നമ്മൾ ഇരുന്ന് ഈ കോടമഞ്ഞ് വകഞ്ഞു മാറ്റി ഇങ്ങനെ അയോധ്യയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രത്തിൻ്റെ ഒരു മതനിരപേക്ഷ പ്രതീകമായിട്ട് ഇങ്ങനെ നിൽക്കണ ഈ ബാബറി മസ്ജിദൊന്നും ഒരിക്കലും ഒരു അപകടവും നേരിടില്ല എന്നുള്ളൊരു വിശ്വാസമാണത്. ഈ നമ്മൾ അതുവരെ എന്ത് പരിപാടിക്ക് യു പി പോകുമ്പോൾ നമ്മൾ ആ വഴിക്കൊന്ന് പോകും. ശരി. ഇപ്പം ഇലക്ഷൻ കവറേജ്, ശിലാന്യാസ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ 89 പൊതു തിരഞ്ഞെടുപ്പ് നമ്മൾ കവർ ചെയ്യാൻ പോയപ്പോൾ എത്രയോ തവണ അയോധ്യയിലൂടെ നമ്മൾ കടന്നുപോയി. എന്നുവെച്ചാൽ അന്ന് അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിലൂടെയൊക്കെ പോയി ഒരു പടമൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ ഈ ബാബറി മസ്ജിദ് നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ ഈ 3 താഴികക്കുടങ്ങളും ആ ഏരിയയും പിന്നെ അത് ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്നു. അന്ന് ഇതൊരു ടെമ്പിൾ ടൗണാണ്. അത് പലർക്കും അറിയില്ല. നമ്മൾ ഈ അയോധ്യയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ബാബറി മസ്ജിദിലേക്ക് പോകുമ്പോൾ ഇടതും വലതും ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ എന്താ പറയുക ഒരു ഒരു നിരയാണ്. കുറേ പൂജാരിമാരും ചെറിയ ക്ഷേത്രങ്ങളും നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അവർ അവിടെ എന്താ പറയുക നേർച്ചടിപ്പിക്കും. അതിൻ്റെ എന്താ കാരണം വെച്ചാൽ എല്ലാവരും പരസ്പരം മത്സരമാണ്. അപ്പം നമ്മളോട് പറയും ഇവിടെയാണ് സീത ഇരുന്നത്, ഇവിടെയാണ് സീത പഠിച്ചത്. അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് ആൾക്കാരെ ആകർഷിച്ചിരുന്ന ഒരു രസകരമായിട്ടുള്ള കാഴ്ചയുള്ള സ്ഥലമാണ്. ഇന്ന് ആ ക്ഷേത്രങ്ങളൊക്കെ അവിടുന്ന് 900 ക്ഷേത്രങ്ങൾ അവിടുന്ന് എല്ലാം പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഇവിടെയാണ് സീത ഇങ്ങനെ റൊട്ടി പരത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, ഈ സീത ഒരു രാജകുമാരിയായിട്ട് റൊട്ടി പരത്തേണ്ട വന്നോ എന്ന് ചോദിക്കുകയും ഈ പൂജാരി ശുഭദിനാകുകയൊക്കെ ചെയ്യുന്നൊരു ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ളത് ഈ ബാബറി മസ്ജിദിൻ്റെ ആ ഒരു ദൃഢതയാർന്ന ഒരു നിൽപ്പാണ്. നല്ല ഒരു അച്ഛൻ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ ഇന്ത്യയാണ്. അങ്ങനെ കുറച്ച് വർഗീയവാദികൾ വിചാരിച്ചാലൊന്നും ഇതിനെയൊന്നും പുറലേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ ദിവസം പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലെ ആ ധാരണകളെല്ലാം കടപുഴക്കിക്കൊണ്ട് ഈ താഴെക്കൂടങ്ങളിങ്ങനെ പൊടിപടലങ്ങളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നപ്പോൾ അതൊരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉൾക്കാഴ്ച. ഇന്ത്യ ഇരുണ്ട് തുടങ്ങി എന്നുള്ളത് ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വളരെ കേരളത്തിൽ തന്നെ എത്രയോ പത്രങ്ങൾ തർക്കമന്ദിരം എന്നാണ് പറഞ്ഞത്. ഞാൻ മാത്രമാണ്, എനിക്കൊന്ന് 1-2 പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ബാബറി മസ്ജിദ് തകർത്തു എന്ന് നേരിട്ട് എഴുതിയത്. അന്നത്തെ വരികൾ പോലും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഈ അയോധ്യയിൽ നിന്ന് ഫൈസാബാദിലെത്തി അവിടുത്തെ ഈ ടെലിഗ്രാഫ് ഓഫീസിൽ പോയിടണം. അന്നാലേ മറ്റേ അയക്കാൻ പറ്റും. എനിക്കൊന്ന് അന്ന് ഈ ടെലിപ്രിൻ്ററോ ആണ്, അത് വെച്ചിട്ട് അടിക്കുമ്പോൾ എനിക്കിപ്പോൾ അടിച്ച വരികൾ പോലും എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഈ രാവിലെ പുറപ്പെട്ടത് മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരിക്കുമെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല എന്നാണ് എഴുതിയത്. അപ്പം അന്ന് തന്നെ ഈ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് ഞാൻ എഴുതി തുടങ്ങി എന്നുള്ള ഒരു സൂചന ആ വാർത്തയിലുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയം പ്രയാണം ചെയ്തത്. ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു വരികളായിരുന്നു യഥാർത്ഥത്തിൽ അത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇന്ത്യ മാറി തുടങ്ങിയത്. അവിടുന്ന് പിന്നെ നമ്മൾ വലിയൊരു കലാപം സ്റ്റാർട്ട് ചെയ്യണല്ലോ. അവിടുന്ന് നമ്മളെങ്ങനെ എനിക്കിപ്പോഴും എനിക്ക് ആദ്യമായിട്ട് ഞാനിത് എവിടെയും പറയാത്തൊരു കാര്യമാണ്. അതായത് മറ്റൊരു പത്രാധിപരിൽ നിന്ന് ഒരു അഭിനന്ദനം എനിക്ക് കിട്ടിയത് അന്നാണ്. അതായത് അതും സാക്ഷാൽ KM മാത്തുക്കുട്ടിച്ചായിരുന്നു. അതായത് മനോരമയിൽ നിന്ന് ഒരു മുസ്തഫ ഇപ്പോഴും ഉണ്ട്. മുസ്തഫ അത് പറയും, പ്രസിഡന്റുമാണെന്ന് തോന്നുന്നു. അവർ കവർ ചെയ്യാൻ വന്നിരുന്നു. അവർ ഈ ബഹളമെല്ലാം കണ്ട് അപ്പോൾ പത്രക്കാർക്കെതിരെ ഭയങ്കര ഓൺസ്ലോട്ടായി. യഥാർത്ഥത്തിൽ അന്ന് ഒരുപാട് കൗതുകപൂർവമായ സംഭവങ്ങൾ നടന്നു. ഞങ്ങൾ ഈ ബാബറി മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ഒരു മനസ് ഭവൻ്റെ ടെറസിലാണ്. വെങ്കടേഷ് രാമകൃഷ്ണനുണ്ട്, സുഭാഷുണ്ട്, കുറേ ആൾക്കാരുണ്ട്, അജിത് കുമാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇല്ല, എം ജി രാഷ്ട്രീയ അജിത് കുമാർ എന്ന് പറഞ്ഞ ഡൽഹിയിലും മാതൃഭൂമിയിലുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ മുരളീധർ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞ മരിച്ചു, ഹിന്ദുവിൻ്റെ ലേഖൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഈ ബാബറി മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ഒരു മനസ് ഭവൻ്റെ മുകളിലാണ് ഞങ്ങൾ ടെറസിലാണ് ഞങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനത്തെ കുറേ ഭവനങ്ങളും ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞൊരു ക്ഷേത്ര നഗരമാണത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഈ ടെറസിലേക്ക് പോകുമ്പോൾ ഈ വഴിയിലൊക്കെ ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ആൾക്കാർ
ഈ കാവിത്തുണികളും മറ്റേ ഷോളുകളും മറ്റുമൊക്കെ വിൽക്കാനിട്ടിട്ടുണ്ട് പലരും. ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ട്. ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ സിയ എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള അർത്ഥം. അപ്പം നമ്മുടെ ആൾക്കാർക്ക് എല്ലാവരും എന്താണ് ഈ ജയ് ശ്രീറാം എന്ന് പറയുന്നത്? ശ്രീറാം എന്നല്ലേ? അപ്പോൾ ശ്രീറാം എന്ന് പറയുന്നത് സീതയുടെ രാമൻ എന്നുള്ള അർത്ഥത്തിലാണ്. സീതയ്ക്കൊരു പ്രാധാന്യമുണ്ടത്. അപ്പോൾ ഇങ്ങനെ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഷോളുകളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ 10 റുപ്യ 15 റുപ്യ 20 റുപ്യയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത്. ഞങ്ങൾ മുകളിലെത്തി ഈ ബാബറി മസ്ജിദ് ഇങ്ങനെ തകർക്കുകയാണ്. അതായത് ആദ്യം ഇങ്ങനെ ഞങ്ങളൊക്കെ തമാശ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ബാബറി മസ്ജിദിനോട് ചേർന്നൊരു സ്റ്റേജ് വേദി കെട്ടിയിട്ട് അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, സദ്വി, ഋതംപുര, ഗോവിന്ദാചാര്യ, അങ്ങനെ കുറേ നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. അശോക് സിംഗൾ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കുറേ മന്ത്രോച്ചാരണങ്ങളും ജയ് ശ്രീറാം വിളികളൊക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ കാഷ്വലായി കണ്ടുകൊണ്ടിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പൊടുന്നനെയാണ് അന്തരീക്ഷം ഇങ്ങനെ അങ്ങ് മാറുന്നു. ഒരു കപ്പിയും കയറും ഇട്ട് ആൾക്കാർ ഈ വാനരന്മാരെ പോലെ ഇങ്ങനെ ബാബറി മസ്ജിദിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇരച്ച് കയറുകയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഇരച്ച് കയറുന്നു. അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ, പിക്കാക്സും മറ്റും കാര്യങ്ങളും ഷവലും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ഇടിച്ചു പൊളി ആരംഭിക്കുന്നു. ഈ കൊത്തും പൊളിയും അങ്ങ് അപ്പോഴേക്കും ഈ എന്താ പറയുക അന്തരീക്ഷം അങ്ങ് മാറുന്നു. പൊതുവേ അന്ന് തണുപ്പുള്ള സമയമാണ്. അല്പം മഞ്ഞിൻ്റെ ഒരു സംഭവമുണ്ട്. ഈ പൊട്ടിപടലം കൂടി വന്നപ്പോഴും ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ അങ്ങോട്ട് വലിയ ശബ്ദത്തിലേക്കായി. ഇന്നത്തെ ചില വാചകങ്ങളുണ്ട്. മുരളി മനോഹർ ജോഷിയുടെ തോളിലേക്ക് ഇങ്ങനെ രാഞ്ഞു കിടക്കുന്ന ഉമാഭാരതിയുടെ ഒരു രംഗമുണ്ട്. ഏക് ദക്ക വർദ്ധോ, ഒരിടിയും കൂടെ കൊടുക്ക്, വിളിച്ചു പറയാണ്. അപ്പം മൈക്കാണ് പലയിടത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇത് തീർന്നു എന്നുള്ളത്. എന്ന കാരണം അതല്ലെങ്കിൽ ഒരു ഇടിക്ക് ശേഷം അവിടെ ഈ അർദ്ധസേന വരേണ്ടതാണ്. ഈ സരയൂ നദിയുടെ, ഈ അയോധ്യയുടെ അടുത്തോടെ ഒഴുകുന്നൊരു നദിയുണ്ട്, സരയൂ നദി. സരയൂ നദിയുടെ കരയിൽ CRPF ഉൾപ്പെടെ കേന്ദ്രസേന ഇങ്ങനെ ക്യാമ്പടിക്കുന്നുണ്ട്. ഒരാൾ പോലും അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഒരാൾക്ക് മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല. അങ്ങോട്ട് പോകാനുള്ള അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ എന്തോ ആസൂത്രിതമായി അപ്പം നമുക്ക് ബോധ്യപ്പെട്ടു ഇത് തീരാൻ പോവുകയാണെന്നുള്ളത്. അപ്പോഴേക്കും പത്രക്കാർക്കെതിരെ വലിയൊരു അറ്റാക്ക് അങ്ങ് ആരംഭിച്ചു. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മീഡിയ ഉണ്ട്, BBC ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കെതിരെയും വലിയ അറ്റാക്ക് അങ്ങ് ആരംഭിച്ചു. ക്യാമറയുള്ളതൊക്കെ അടിച്ച് തകർത്തു തുടങ്ങി പലരും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പത്രക്കാരാരോടോ അവരെ വകവരുത്തുന്ന രീതിയിലേക്കുള്ള വലിയ അറ്റാക്കാണ് നടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഏറ്റവും നല്ല ബുദ്ധി. ഞാൻ അന്ന് ആദ്യം കയറിപ്പോകുമ്പോൾ വില പറഞ്ഞതിനേക്കാളും 3 ഇരട്ടി അപ്പം വില കൂട്ടിയുമാർ. പക്ഷെ എന്നാലും വേണ്ടില്ല, ഒരു ഷോള് എത്രയോ 50 രൂപ മറ്റോ കൊടുത്ത് മേടിച്ച് അത് പല കഷ്ണങ്ങളായി ഞങ്ങൾ കീറി തലേ കെട്ടി ഒരു കർസേവകരുടെ സ്വഭാവത്തിലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പക്ഷെ മനോരമയുടെ ഫോട്ടോഗ്രാഫറും മറ്റും എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഫിലിമെൻ്റോ എടുത്തിട്ട് ഈ ക്യാമറ കണ്ടാൽ അടി കിട്ടുന്നതുകൊണ്ട് ക്യാമറ അവിടെ ഏതോ ഒരു വീട്ടിലോ ഒരു കടയിലോ ഒരു സബ്ജി കടയിലോ ഉപേക്ഷിച്ചിട്ട് പോയി. ഞങ്ങൾ പക്ഷേ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം പിറ്റേ ദിവസം ഞങ്ങളിവിടെ എത്തി. അപ്പം ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക ക്ഷേത്രം അപ്പോഴേക്കും മസ്ജിദിനെ ഈ താഴികക്കൂടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചിരുന്ന കേന്ദ്രസേന ഈ താൽക്കാലിക ക്ഷേത്രത്തിന് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. നോക്കുക, എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾ തലകീഴായി മറിയുന്നു. ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്തേക്കൊരു താൽക്കാലിക ക്ഷേത്രം വരുന്നു. ആ താൽക്കാലിക ക്ഷേത്രത്തിൻ്റെ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തുന്നു. ഞങ്ങൾ അവിടെയെല്ലാം പോയി കണ്ടു. അപ്പോഴേക്കും ശാന്തമായി അന്തരീക്ഷം. മറ്റു സ്ഥലങ്ങളിൽ അപ്പോഴേക്കും കലാപങ്ങൾ ആരംഭിച്ചിരുന്നു. അതും വ്യക്തമാക്കേണ്ട സാധനമാണ്. പക്ഷേ ഈ മുസ്തഫയും പ്രസന്നനും ഉപേക്ഷിച്ച ക്യാമറ തേടി ഞങ്ങൾ എത്തി. അപ്പോൾ ഈ വെങ്കടേശൻ്റെ ഡ്രൈവറുണ്ട്, ഒരു ബില്ലു എന്ന് പറഞ്ഞു, എനിക്കിപ്പോഴും അവൻ്റെ പേര് ഓർമ്മയുണ്ട്. അത് തട്ടിമാടനാണ്. അപ്പോൾ ബില്ലു ആണ് നേതൃത്വം നൽകുന്നത്. അപ്പം ബില്ലു അവിടുത്തുകാരനാണ്, UP-കാരനാണ്. അപ്പം ബില്ലുവിൻ്റെ നേതൃത്വം ഞങ്ങൾ ആ കട ചെന്നപ്പോൾ അവൻ ആദ്യം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ അവൻ ബില്ലു ഒരു വിരട്ടിയപ്പോൾ ഈ ക്യാമറ എടുത്തു തന്നു. അന്ന് വളരെ വിലപിടിപ്പുള്ള ക്യാമറയാണ് ഇവർ ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പോൾ ആ ക്യാമറ പിന്നീട് ഞാനാണ് കൊണ്ടുപോയി ഡൽഹിയിലെത്തി മലയാള മനോരമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്, ബ്യൂറോയിൽ കൊടുക്കുന്നത്. അതിന് മാത്തുക്കുട്ടിച്ചായൻ്റെ വക വലിയൊരു അഭിനന്ദന കത്ത് എനിക്ക് അന്ന് അവർ അയച്ചു തന്നു. അപ്പം ഒരുപക്ഷെ മാത്തുക്കുട്ടിച്ചായൻ മറ്റൊരു സ്ഥാപനത്തിലെ അതും
എതിർ ചേരിയിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു പത്രാധിപർക്ക് ഒരു അഭിനന്ദന കത്ത് ആദ്യമായിട്ടോ അവസാനമായിട്ടോ അയച്ചിട്ടുണ്ടാവും. പഴയകാലത്തൊക്കെ ഒരു മാധ്യമ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ മാധ്യമ മേഖല ഒന്നടങ്കം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അന്ന് എനിക്ക് സ്നേഹപൂർവ്വം എന്നെ വാൺ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അത് പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നുണ്ട്. തലേദിവസം രാത്രി വിവാഹം കഴിച്ച 2 ചെറുപ്പക്കാർ അവർ ആലിംഗനബദ്ധരായി അവരുടെ ബ്രൈഡൽ ഡ്രസ്സ് വിവാഹ വസ്ത്രത്തിൽ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോംബ് പൊട്ടുന്നത്. അവർ അതേപോലെ തന്നെ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നത് നമുക്ക് കാണാം. അതിൻ്റെ ആ രൂപം കാണാം. അതൊക്കെ അവിടെ ഉണ്ട്. ഇത് എടുത്ത് തലയിൽ വെച്ചാൽ ഇതൊരു ബോംബായിട്ട് പൊട്ടി എന്ന് എന്നോട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞു. ഇങ്ങനെ ബാഗ്ദാദ് ബാഗ്ദാദ് ബാഗ്ദാദ്